Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vakabi. ഞാൻ ആഷിഖ് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. അലക്സ് ജുറാഡോ, ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ കാത്തലിക് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് പരിചയമുള്ള വ്യക്തിയായിരിക്കും അലക്സ് ജുറാഡോ. വോയിസ് ഓഫ് റീസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം സത്യത്തിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെല്ലാം യൂത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രായമായിട്ടുള്ളവരും കാണുന്നതിൽ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത തലമുറയെ ഒരു പോളണ്ടിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെയുള്ള ആ ഒരു കത്തോലിസത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ കത്തോലിസം എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമുള്ളൊരു സംഭവമല്ല, നമ്മുടെ ജീവിതചര്യയാണ് കാത്തലിക് ഫെയ്ത്ത് എന്ന് അറ്റ്ലീസ്റ്റ് അടുത്ത തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഉള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത്. കാരണം ഞാൻ ആ രീതിയിലുള്ള ഒന്നാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പം അലക്സ് ജുറാഡോ എന്ന് പറയുന്നത് ഇതുപോലെ കത്തോലിസം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രൂപതയുടെ ഒക്കെ പെർമിഷനോട് കൂടെയൊക്കെയുള്ള മിനിസ്ട്രികൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ. പക്ഷേ നിർഭാഗ്യകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ട് അതിനോടുള്ള അവരുടെ നാട്ടിലെ, അല്ലെങ്കിൽ ഞാൻ ചുരുങ്ങി നമുക്ക് മനസ്സിലാത്ത ഭാഷയിൽ പറഞ്ഞാൽ ഈ വെള്ളക്കാരുടെ റെസ്പോൺസാണ് നമ്മൾ കേട്ട് പഠിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളത്. അപ്പോൾ 2021 ജൂലൈ മാസം അലക്സിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നു. വളരെ മൈനറായിട്ടുള്ള ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വളരെ മോശമായ രീതിയിലുള്ള മെസ്സേജ് അയച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചു. അങ്ങനെ ഉടനെ അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തായിരുന്നു. വീഡിയോ ആയിട്ടല്ല, ഒരു പോസ്റ്റായിട്ട്. ഇത് ഇല്ലാത്തതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, വോയിസ് ഓഫ് റീസൺ എന്ന ചാനൽ പോയി കഴിഞ്ഞാൽ 5 മാസം മുൻപ് 3.6 ലക്ഷം ആളുകൾ കണ്ട ഒരു വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. ഇംഗ്ലീഷിലാണ്, പക്ഷെ നിങ്ങൾ കാണണം. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് വായിക്കണം. നമ്മൾ മലയാളികളൊക്കെ ഏത് അവസ്ഥയിലാണുള്ളത് നമുക്കത് മനസ്സിലാവും. അതിൽ അദ്ദേഹം ബ്രേക്കിംഗ് മൈ സൈലൻസ് എന്നാണ് അതിനിട്ടിരിക്കുന്ന തലക്കെട്ട്. നോക്കണം, ഈ ഒരു ആരോപണം വന്നു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് അലക്സ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് വീണു പോകുന്നു. ഇനി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയാൻ അദ്ദേഹം വന്നിട്ട് വളരെ ശാന്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിൽ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്, താൻ പാപത്തിൽ വീണിട്ടുണ്ട്, ഞാൻ പാപത്തിൽ വീണിട്ടുണ്ട്, ജഡിക പാപത്തിൽ വീണിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആ ആരോപണത്തെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. പക്ഷേ സമാനമായിട്ട് മറ്റ് സ്ത്രീകൾക്ക് താൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ചെടിക്ക് പാവങ്ങൾ ഞാൻ വീണിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പാവാവസ്ഥയിൽ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കോണ്ടൻറ്റ് വീഡിയോസ് ഇറക്കിയിരുന്നത് എന്നത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ കുറ്റസമ്മതം നടത്തുകയാണ്. ഇങ്ങനൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? ഒന്നും വേണ്ട, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, നമ്മുടെ ഇടവകയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരെന്തേലും ഒരു അസഭ്യവാക്ക് പറഞ്ഞു
അല്ലെങ്കിൽ വികാരിയച്ഛൻ പെട്ടെന്ന് ഒരു ചേട്ടനെടുക്കൽ ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, ഉടനെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളെന്ത് പറയും? ഒന്നുകിൽ അദ്ദേഹം വൈദികനല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നോക്കണം, വിശ്വാസപരമായ കാര്യങ്ങളിലല്ല ഞാൻ ഈ പറയുന്നതൊന്നും, വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റിയിട്ടല്ല. ഒരിക്കലും യേശുവിനെ പറ്റി പറയുന്ന ഒരാൾക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ ബലഹീനതയുടെ പുറത്ത് വീഴ്ച പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരെങ്കിലും തെറ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവം തെറ്റ് പഠിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ തൊടുന്നത് വിശ്വാസപരമായ മേഖലയെ അല്ല ഞാൻ തൊടുന്നത്, മറിച്ച് മാനുഷിക ബലഹീനതയുടെ പുറത്ത് മനുഷ്യൻ എന്ന നിലയിൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു പോകുന്ന വീഴ്ചയാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വികാരച്ചൻ നമ്മളടുത്ത് ദേഷ്യപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു ചർച്ചയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറയാണ്, നമ്മളെന്തായിരിക്കും റെസ്പോൺസ്? നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇല്ലാ കഥകൾ നമ്മളൊരു പക്ഷേ പറഞ്ഞുണ്ടാക്കും. ഈവൻ വികാരച്ചൻ ഇങ്ങോട്ട് വന്ന് ഒരു അപ്പോളജി പറഞ്ഞാൽ പോലും നമ്മളിത് മറക്കത്തില്ല. അടുത്ത കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരാൾ ആ അച്ഛനെ പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഈ ഒരു മുറിവായിരിക്കും നമ്മൾ ആദ്യം പറയുക. അങ്ങേരെ പറ്റിയൊന്നും പറയാതിരിക്കുക നല്ലത്, വലിയ കുർബാനയാണ്, വലിയ ഭക്തി കുർബാനയാണ്, മര്യാദയ്ക്ക് ആളുകളോട് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല എന്നായിരിക്കും നമ്മൾ പറയുക. നോക്കണം, ഒരു അപ്പോളജി പറഞ്ഞിട്ട് പോലും ആ വൈദികനെ പറ്റിയുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. ഇതിനാണ് നമ്മൾ സായിപ്പന്മാരെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ബാക്കി എല്ലാ സകല വൃത്തികേടുകളും അവരുടെ അടുത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റീസ് ഒന്നും, ഒരു സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനം മലയാളികൾക്കില്ല. ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം, ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് പോലും അറിയുന്ന കാര്യമാണ്, നമ്മളെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ്, കുടിച്ചു കഴിഞ്ഞാൽ ചായയുടെ ഗ്ലാസ് ട്രെയിനിൻ്റെ ജനാലയിൽ കൂടെ പുറത്തോട്ടിടണം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുള്ള പ്ലേറ്റ് പുറത്തോട്ടിടണം. ഇതാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന വേസ്റ്റ് കണ്ടിട്ട് പറയും നമ്മൾ തന്നെ മൂക്ക് പൊത്തിയിട്ട് നടക്കും, ഇന്ത്യ വൃത്തികേടായി പോകുന്നു. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഈ ഫോറിനേഴ്സിൽ നിന്ന് പഠിക്കാൻ നമുക്കറിയത്തില്ല. ബാക്കി എല്ലാ സകലവിധ ദുർമാതൃകകളും നമ്മൾ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അലക്സ് ജുറാഡോ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് തെറ്റുപറ്റി. അതിന് ചെറിയ ധൈര്യമൊന്നും പോരാ. ഇത്രയും കാലം ഒരു രീതിയിലേക്ക് മറു രീതിയിൽ ഈ വീഡിയോസ് എല്ലാം ചെയ്തിരുന്നപ്പോൾ ഞാൻ ഈ പാപത്തിലായിരുന്നു എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അതിന് ചെറിയ ധൈര്യമൊന്നും പോരാ. അത് അക്സെപ്റ്റ് ചെയ്യാൻ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഒക്കെ എൻ്റെ പേരും സൽപ്പേരെല്ലാം പോയി, പക്ഷേ തമ്പുരാൻ്റെ മുൻപിൽ എനിക്ക് നീതിമാനായിട്ട് നിൽക്കണം, തമ്പുരാൻ്റെ കരുണ സ്വീകരിക്കണം എന്ന് ചിന്തയുള്ളവനെ ഈ പറയുന്ന പോലെ ധൈര്യത്തോടു കൂടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ടോപ്പ്, ന്യൂ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ടോപ്പിൽ പോയി കഴിഞ്ഞാലും ന്യൂ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കമൻറ്റുകളാണ്. ലവ് യു മീറ്റ് ഓഫറിങ് നൈറ്റ് പ്രെയർ ഫോർ യു. ലവ് യു പറയുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പം ഒരു ബിഷപ്പിൻ്റെ പേരിൽ കേസ് പിന്നെയും പൊങ്ങി വന്നിട്ടുണ്ട്. ആ ബിഷപ്പിനെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൻ്റെ വാർത്തയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ക്രിസ്ത്യാനി ആയിരിക്കും ആ ബിഷപ്പിനെ തെറി വിളിക്കുന്നതിൽ മുൻപിലുണ്ടാവുക. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള പിൻസ് വിത്ത് അക്വിനാസ് എന്ന പേരിൽ മാർട്ട് ഫ്രാറ്റിനെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം. ഇതുപോലെ കോണ്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന് പറയാൻ ലവ് യു ഓഫറിങ് നൈറ്റ് പ്രെയർ ഫോർ യു. ഇന്ന് രാത്രിത്തെ പ്രാർത്ഥന ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. മറ്റൊരു വ്യക്തി ഇസാ ബോണിറ്റ എന്ന് പറഞ്ഞ വ്യക്തിയിട്ടിരിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ കോട്ട്, ദർ ഈസ് നോ സെയിൻ വിത്തൗട്ട് എ പാസ്, നോ സിന്നർ വിത്തൗട്ട് എ ഫ്യൂച്ചർ. റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തിയിട്ടിരിക്കുകയാണ്. സെയിൻസ് ആർ ഓൺലി സിന്നേഴ്സ് ഹൂ കീപ് ട്രൈങ്, മദർ തെരേസ പറഞ്ഞത്. പിന്നീട് നമ്മളങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പേര് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങളാണ് അലക്സെ എന്നെ വിശ്വാസത്തിലോട് കൊണ്ടുവന്നത്, എൻ്റെ ഭാര്യയെ വിശ്വാസത്തിലോട് കൊണ്ടുവന്നത്, എൻ്റെ ഭർത്താവിനെ വിശ്വാസത്തിലോട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് പ്ലീസ് കം ബാക്ക്, വി മിസ് ആൻഡ് ഫോർ ഗിവ് യു, ദയവായി തിരിച്ചു വരിക, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യാണ്. ഐ എൻറ്റേർഡ് ദ കാത്തലിക് ചർച്ച് ടുഡേ, യു ആർ ആൻ ഇൻസ്പിറേഷൻ ഫോർ കാത്തലിക്സ് വേൾഡ് വൈഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ജഡിക പാപത്തിൽ വീണ് കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ അതിനടിയിൽ വന്നിരിക്കുന്ന കമൻറ്റാണ്, ഞാൻ കത്തോലിക്ക സഭയിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കാരണമാണ്, നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്. നോക്കണം, പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണ്,
ആ മനുഷ്യരോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്, ഇപ്പോഴും നിങ്ങളൊരു ഇൻസ്പിറേഷനാണ് കാത്തലിക് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ട്. ലവ് ഫ്രം ആൻ ഓർത്തഡോക്സ് ബ്രദർ. നോക്കണം, ഓർത്തഡോക്സുകാരെ കണ്ടിട്ടിരിക്കുക. ലവ് ഫ്രം ആൻ ഓർത്തഡോക്സ് ബ്രദർ, വി ആർ ഓൾ ബ്രോക്കൺ. നമ്മളെല്ലാവരും ബ്രോക്കൺ ആണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് നോട്ട് എവരി വൺ ഹാസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. അതായത് ഇദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് മാത്രം നാട്ടുകാർ മൊത്തം അറിഞ്ഞു. രഹസ്യത്തിൽ റൂമിൽ മുറിയിൽ വാതിലടച്ചിരുന്ന് മൊബൈൽ ഫോണും നോക്കി മസ്റ്റർബേഷൻ ചെയ്യുന്ന ഭൂരിഭാഗം പേരുണ്ട്. അതൊന്നും പുറത്തോട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള വ്യക്തിയായതുകൊണ്ട് ഇത് ആൾക്കാരറിഞ്ഞു. ആസ് എ പ്രൊട്ടസ്റ്റൻ്റ് വ്യൂർ, പ്രൊട്ടസ്റ്റൻ്റുകാരൻ പറഞ്ഞിരിക്കുക, ഐ ലവ് യു സോ മച്ച് മാൻ. ഒന്ന് നോക്കിക്കുക, സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ഐ വിൽ ബി പ്രേയിങ് ഫോർ യു ഓൾദോ യു അക്നോളജ് യുവർ ഫോൾസ്. ഐ പ്രേ shame doesn't bind you to forget the identity you have in Christ. I love you bro, God bless you. നമുക്ക് കണ്ണ് നിറയും ഈ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ. നമ്മൾ എവിടെ ഇരിക്കുന്നു, ഫോറിനേഴ്സിൻ്റെ വിശ്വാസം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ തെറ്റ് പഠിപ്പിച്ചാൽ നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ നമ്മൾ എതിർക്കും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വൈദികനോ ഒരു വചനപ്രഘോഷകനോ ആരെങ്കിലുമൊക്കെ ഒന്ന് വീണാൽ, നമ്മുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വീണ് പോയാൽ നമ്മൾ കുറ്റപ്പെടുത്തരുത്. ആ സമയത്ത് വന്നു പോയൊരു വീഴ്ചയായിരിക്കാം. മറ്റൊരു വിഭാഗമുണ്ട്, അതായത് ഇത് മുതലെടുത്ത് പോകുന്ന ആളുകൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്ത് അവർക്ക് അറിയാം, അതായത് അവർക്ക് അറിയാം തെറ്റാണ്, എന്നാലും അവർ അനുദപിക്കാൻ തയ്യാറല്ലാതെ പോകുന്ന ആളുകൾ. അവരെ പറ്റിയുമല്ല ഞാനീ പറയുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി, പിന്നീട് ജീവിതത്തോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് നമ്മൾ അവരെ കുറ്റവാളികളായിട്ട് കാണും. ഈവൻ നമുക്ക് ദിലീപിൻ്റെ കേസ് അറിയാം. ഞാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈശോ തോന്നിപ്പിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ശ്രീശാന്ത്, ദിലീപ്, ഫ്രാങ്കോ പിതാവ്, അതുപോലെ ജോണി ഡെപ്പ്, അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്. അപ്പം കാരണം ഇവരൊക്കെ സമൂഹത്തിൻ്റെ ലൈം ലൈറ്റിൽ നിന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വീഴ്ച മറ്റുള്ളവരെയും ബാധിക്കും. ഈ വീഴ്ചയിൽ വേണം ഇനി ഇവർ ഈശോയെ അറിയാൻ. ഈശോയെ അറിയാത്ത ആളുകളാണെങ്കിൽ അവർ ഈശോയെ അറിയാൻ. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയില്ല, നമുക്ക് ഒരു പ്രേരണ കിട്ടുന്നവർക്ക് വേണ്ടി മാത്രം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ 90% ആളുകൾ നിരപരാധികളാണെന്ന് കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. ന്യൂസ് ചാനലിലെ ആളുകൾ പറയുന്നതാണ് നമുക്ക് വിശ്വാസം. ഇതുകൊണ്ടാണ് നമ്മൾ അവർ പറയണത് കേട്ടിട്ട് നേരെ പോയി ഒരു 5 വർഷം മുൻപ് പോയിട്ട് മറ്റേ സാധനം എടുത്തത്, ഒരു പകർച്ചവ്യാധിയുടെ പേരിൽ. എന്തായി? ഇത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടില്ലേ? ഇന്ന് അതേ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഇത് പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സാധനം ഇറക്കിയ കമ്പനി ഈ പ്രൊഡക്റ്റ് പിൻവലിച്ചു. UK കോടതിയിൽ ആ കമ്പനി തന്നെ എഫിഡവിറ്റ് കൊടുത്തു പറഞ്ഞു, ഇതെടുത്താൽ ആളുകൾ ക്ലോട്ട് വരും എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്ന് ഈ കുത്തിവെപ്പ് ലഭിക്കത്തില്ല ലോകത്തെവിടെയും. ഈ കമ്പനി ഇറക്കിയത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടത്. മാധ്യമങ്ങളാണ് നമ്മളോട് നുണ പറഞ്ഞത്, ഇത് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഇന്ന് അതേ അവർ പറയുന്നു ഇത് എടുത്താലാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഒരു കോടതി ദിലീപിൻ്റെ കേസ് മാത്രം എടുത്താലും ഒരടച്ചിട്ട കോടതിയിൽ 100% തെളിവുകളും ഹാജരാക്കി 2 ഭാഗത്തിന് വാദം കേട്ട ഒരു ജഡ്ജി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോക്കണം, അടച്ചിട്ട കോടതിയിൽ, വിചാരണ നടക്കുന്ന കോടതിയിൽ ഈ ജഡ്ജിയാണ് ഈ 2 ഭാഗവും പറയുന്ന സകല കാര്യങ്ങളും കേട്ട ഏക വ്യക്തി. ഓഫ് കോഴ്സ് അവിടെയുള്ള വക്കീലന്മാരും പ്രതികളും വാദികളും എല്ലാം. ഇതിന് പുറത്ത് മീഡിയാസിന് ഇതൊന്നും കിട്ടുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ചില ലീക്കായിട്ട് വരുന്ന അസത്യങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ മാത്രമാണ് വാർത്തയിലൂടെ ഇവർ പറയുന്നതും ചർച്ച ചെയ്യുന്നതും. അപ്പം കഴിഞ്ഞ 8-8.5 വർഷം അവരെ ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് മലയാളികൾക്ക് മുമ്പിൽ. ഇന്ന നടൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആ നടൻ്റെ വ്യക്തിപരമായ ജീവിതം സംഭവിച്ചിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് എന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ മുമ്പിൽ തന്നു കഴിയും. ഇനി ഇതല്ല സ്റ്റോറി എന്ന് കോടതി പറയുമ്പോൾ പ്രശ്നം സംഭവിക്കാൻ പോണത്, ഈ മാധ്യമങ്ങൾക്ക് തെറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളെന്ന് പറഞ്ഞ തെറ്റാണ്, അതൊരിക്കലും അവർ ചെയ്യത്തില്ല. പകരം അവരെന്ത് ചെയ്യുന്നത്? നിങ്ങളെയും എന്നെയും പോലുള്ള പ്രേക്ഷകരെ പിടിച്ച് ഇരുത്താൻ വേണ്ടി നുണക്കുമേൽ നുണ അവർ പറഞ്ഞു പരത്തുകയാണ്.
കാശുള്ളവനെ ഇവിടെ നീതിയുള്ളൂ എന്ന്. ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്കും കാശുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഒരു വൈദികന് കേസ് പെട്ടാൽ ഇതാണ് അവസ്ഥ. ആ വൈദികനെ വെറുതെ വിട്ടാലും പറയും സഭ കാശ് കൊണ്ട് നീതി നേടിയെടുത്തതാണെന്ന് പറയും. കത്തോലിക്ക സഭയാണ് പ്രതിസ്ഥാനത്തെങ്കിലും അത് പിന്നീട് സഭ ഗിൽറ്റി അല്ല എന്ന് കോടതി പറഞ്ഞാലും ആളുകൾ പറയും. ഇങ്ങനൊരു നെറേറ്റീവ് ഒരു പൊതുബോധം മാധ്യമങ്ങൾ വളർത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇരയാണ് നമ്മൾ വിശ്വാസികൾ, നമ്മൾ മണ്ടൻ വിശ്വാസികൾ. നമ്മളിതൊക്കെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ 2, 3, 4 സോഴ്സിലൂടെ പരിശോധിച്ചിട്ട് മാത്രമേ നമ്മളത് മനസ്സിലാക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ചിന്ത പോകണം. നോക്കിക്കേ, 100% തെളിവും കണ്ട കോടതി പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. പകരം ഒരു തെളിവ് പോലും കാണാത്ത മാധ്യമങ്ങൾ പറയണതാണ് എനിക്ക് വിശ്വാസം. ആ ലെവലിലോട്ട് വന്നത് കാരണം നമ്മൾ നിരന്തരം ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രം കാണുന്നതുകൊണ്ടാണ്. നമ്മൾ ഇന്നും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഈ പറയുന്ന പകർച്ചവ്യാധിയുടെ വൈറസുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെന്തുകൊണ്ട് മാസ്ക് ധരിക്കുന്നില്ല? എന്നാൽ നാളെ ഈ പറയുന്ന മാധ്യമങ്ങളിലെല്ലാം അവിടുത്തെ ആങ്കേഴ്സ് മാസ്ക് ഇട്ട് വന്ന് ഒരു BGM സൗണ്ട് ഇട്ട് ഇത്ര ഒരു കോവിഡ് കേസ് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടും. ഇതാണ് അവർക്ക് നമ്മളിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാറ്റിയെടുക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ പ്രബുദ്ധരായിരിക്കണം. നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കണം. മാധ്യമങ്ങളോ മറ്റോ എല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കണം എന്നുള്ളത്. നമുക്ക് പേഴ്സണലി നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ഇന്ന് കാര്യത്തെപ്പറ്റി ഇന്ന് അഭിപ്രായം. ഈ പറയുന്ന നടൻ്റെ കേസിൽ 1700-ലധികം വരുന്ന ഈ വിധി പകർപ്പ് ലഭ്യമാണ്. നമ്മൾ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? ഞാൻ അതിൽ ഒരു കാര്യം തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കോടതി ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. ജസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊന്നും മാധ്യമങ്ങളിലൂടെ ഇവർ പറയുന്നില്ല. കാരണം അവർ കെട്ടി വെച്ച കഥയ്ക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടൊരു കാര്യം. പൾസർ സുനിയാണല്ലോ വിഷയം. പൾസർ സുനിയും ഈ നടനെ തമ്മിൽ ബന്ധമുണ്ടെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്നു. പക്ഷേ നടൻ പറയുന്നത് എനിക്ക് ഈ മനുഷ്യനായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ നടനും ഈ പറയുന്ന പൾസർ സുനിയായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതിനെ ഇവർ ചെയ്തതെന്നാണെന്നറിയോ? ഈ നടൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ലൊക്കേഷനിൽ പോയിട്ട് അവരുടെ വൗച്ചർ പോലീസുകാരെടുത്തു. ആ വൗച്ചറിൽ എന്താണുള്ളത്? കറക്റ്റ് നമ്പർ ഓർക്കുന്നില്ല, 56 57 വൗച്ചർ നമ്പറാണ് ഉള്ളത്. അപ്പോൾ ആ 57 56 ആ വൗച്ചർ നമ്പർ എഴുതിയിരിക്കുകയാണ് സുനി ഗുണ്ട 650 രൂപ സംതിങ് എന്ന്, സുനി ഗുണ്ട. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തത്. അവിടെ ലൊക്കേഷനിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഈ പൾസർ സുനിയാണ് ആ പ്രശ്നം ഒതുക്കിയത്. അതിന് പാരിതോഷികമായിട്ട് നടൻ കൊടുത്ത എമൗണ്ടാണ് ഈ 650 രൂപ. ഓക്കെ, ഇത് കാണിച്ചിട്ടാണ് കോടതിയിൽ പറയുന്നത് ഈ നടനും പൾസർ സുനിയും തമ്മിൽ കണക്ഷനുണ്ട്. ഇതിൽ വ്യക്തമായിട്ട് സുനി 650 രൂപ ഗുണ്ട എന്ന് ബ്രാക്കറ്റിലുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ നോക്കണം, ഇത് മാത്രമാണ് മാധ്യമങ്ങൾ വരുന്നതെങ്കിൽ നമ്മളെന്ത് പറയും? കണ്ടോ, തെളിവ് വന്നു, ഇതിനപ്പുറത്ത് എന്ത് തെളിവ് വേണം നമ്മൾ പറയും. അപ്പം നടൻ്റെ ഭാഗത്തെ വക്കീൽ എന്ത് ചെയ്തു? പോലീസ് കോടതി സമർപ്പിച്ചത് 57 56 പേജാണല്ലോ. നടൻ്റെ വക്കീൽ ആ വൗച്ചറിൻ്റെ മുൻപിലുള്ളതും ആ വൗച്ചറിന് ശേഷമുള്ള 2 വൗച്ചേഴ്സ് സമർപ്പിച്ചു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു വേറൊരു വ്യക്തിയുടെ പേര് ബ്രാക്കറ്റിൽ ഗുണ്ട. മറ്റേ വൗച്ചറിൽ എഴുതിയിരിക്കുന്നു അമ്മയും കുട്ടികളോ സംതിങ് ബ്രാക്കറ്റിൽ 3000 രൂപ. അതായത് എന്താണ്? ഈ 3 വൗച്ചറിൽ എഴുതിയിരിക്കുന്ന ആളുകളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, ഗുണ്ടകളായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നവരാണ്, യഥാർത്ഥ ഗുണ്ടകളല്ല. എന്നിട്ട് കോടതി ഇത് കണ്ടെത്തിയിട്ട് ആ ജഡ്ജി എഴുതിയിരിക്കുകയാണ് നാണംകെട്ട പ്രവൃത്തിയാണ് ഇതെന്ന്. ഈ സുനി എന്ന് പറയുന്നത് പൾസർ സുനിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സുനി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ സത്യം അവതരിപ്പിക്കപ്പെടുന്നതും യഥാർത്ഥ സത്യം എത്രത്തോളം വിദൂരത്താണെന്ന് മനസ്സിലായില്ല ഈ ഒരു ചെറിയൊരു സംഭവത്തോടു കൂടെ. അതുപോലെ അങ്ങനെ നിരവധി ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ നമുക്കിതൊന്നും ടൈമില്ല, ഇതൊന്നും നമ്മൾ മെനക്കെടുത്തില്ല എന്നുള്ളതാണ്.
ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരോട് വിശ്വാസപരമായ കാര്യങ്ങൾ കത്തോലിക്ക സഭയാണ് സത്യസഭ 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ അവൻ തയ്യാറല്ല ഇത് വായിച്ചു പഠിക്കാൻ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളത്, മെനക്കേടായിട്ടുള്ളതാണ് വായിച്ചു പഠിക്കുക എന്നുള്ളത്. എന്നാൽ പാസ്റ്ററിൽ നിന്ന് കേൾക്കുന്നത് വളരെ സിമ്പിളായി, വളരെ എളുപ്പമുള്ളതാണ്. ചോദിച്ചാൽ മതി, ഉത്തരം കിട്ടും. മറ്റേത് പുസ്തകങ്ങൾ എടുത്ത് മുൻപിൽ വെച്ച് വായിച്ച് പഠിക്കണം. അതുപോലെയാണ് നമ്മുടെ കാര്യം. ഈ 1700 വരുന്ന പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കണം, എന്നിട്ട് ഇതിൽ ഓരോ ഇംഗ്ലീഷിലുള്ളത് വായിക്കണം, എന്നിട്ടത് മനസ്സിലാക്കിയെടുക്കണം. മെനക്കേടാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും? മാധ്യമങ്ങളിലൂടെ വരുന്നത് കേൾക്കും. ഇങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം മാറണം. ഈ അലക്സ് വീണപ്പോഴും അദ്ദേഹത്തിനെ നേരിട്ട് അറിയാത്ത ആളുകൾ പോലും, ഈ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട്, എനിക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഒന്നുപോലും കാണാൻ പറ്റിയില്ല. തെറ്റ് സമ്മതിച്ചിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം അവരുടെ ആത്മീയത ഏത് ലെവലിൽ നിൽക്കുന്നു, നമ്മുടേത് ഏത് ലെവലിൽ നിൽക്കുന്നു, നമ്മൾ ചിന്തിക്കണം. നമ്മൾ കുറേ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു, പക്ഷേ നമ്മുടെ രക്തത്തിൽ ഈ കത്തോലിസം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളത്. നമ്മളൊരു സാധാ മലയാളി പോലെയാണ് നമ്മളും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മാറാനുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പരിശുദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Rey.